ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശിൽ യോഗാഭ്യാസ പരിപാടികൾക്ക് നേതൃത്വം നൽകും. സംസ്ഥാനത്തും നാളെ വിപുലമായ പരിപാടികൾ. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനായി നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്ര വനം മന്ത്രിക്ക് വീണ്ടും കത്തയച്ചു. ഗവർണറുടെ അധികാരവും കടമയും എന്തൊക്കെയെന്ന് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം നാളെ ആരംഭിക്കും. ലീഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശിൽ യോഗാഭ്യാസ പരിപാടികൾക്ക് നേതൃത്വം നൽകും. വിശാഖപട്ടണത്ത് 5 ലക്ഷത്തോളം പേർ പ്രധാനമന്ത്രിക്കൊപ്പം യോഗയിൽ പങ്കുചേരും. ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ നാളെ രാവിലെ 6:30 മുതൽ 7:40 വരെ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലേറെ യോഗ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗ ദിനാഘോഷത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കൊച്ചിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മലപ്പുറം കോട്ടയ്ക്കലിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അതാവലെയും പങ്കെടുക്കും. സംസ്ഥാനത്തും യോഗ ദിനത്തോടനുബന്ധിച്ച് നാളെ വിപുലമായ പരിപാടികൾ നടക്കും. രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. മേരാ യുവ ഭാരത് വോളണ്ടിയർമാരും രാജ്ഭവൻ ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുക്കും. സമ്പൂർണ്ണ യോഗ സംസ്ഥാനം എന്ന പദവിയിലേക്ക് ഘട്ടം ഘട്ടമായി കേരളത്തെ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. ജീവിതശൈലീ രോഗങ്ങൾ കുറയ്ക്കുന്നതിന് യോഗ ഏറ്റവും നല്ല ഉപാധിയാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ് വകുപ്പിന്റെ കീഴിൽ 780-ൽ പരം യോഗ കേന്ദ്രങ്ങളും 10,000-ലധികം ആയുഷ് യോഗ ക്ലബ്ബുകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നത് രോഗമുക്തിക്ക് പുറമെ രോഗങ്ങൾ വരാതിരിക്കാനും ഏറെ ഗുണകരമാണെന്ന് NHM തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഓരോ ആയുഷ് PHCകളിലും ഡിസ്പെൻസറികളിലും ഹോസ്പിറ്റലുകളിലും വെൽനസ് സെന്ററുകളിലും വിവിധ യോഗ പരിപാടികളെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭാരതീയ ദർശനമായ യോഗ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമുക്ക് ഒട്ടനവധി രോഗങ്ങളെ തടയുന്നതിനും ഒരു പക്ഷേ രോഗം വന്നാൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കിയതിനു ശേഷം പിന്നീട് ഒരു റീഒക്കറൻസ് വരാതിരിക്കാനും ഒക്കെ തന്നെ നമുക്ക് യോഗയെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്, മനസ്സിനും ശരീരത്തിനും നമ്മുടെ ആത്മാവിനും ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒക്കെ തന്നെ നമുക്ക് യോഗയിലൂടെ ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാലക്കാട് ഷൊർണൂരും തൃശൂർ കേച്ചേരിയിലും വയനാട് മാനന്തവാടിയിലും യോഗദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് യോഗാഭ്യാസ പരിപാടികൾ നടന്നു. വിവിധ വിദേശ രാജ്യങ്ങളിലും വിപുലമായ പരിപാടികൾ യോഗദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനായി 1972-ലെ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് വീണ്ടും കത്തയച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരങ്ങൾക്ക് നിയമപരിമിതികളുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിലാണ് കത്തയച്ചത്. അപ്രായോഗികമായ ഇത്തരം നിയന്ത്രണങ്ങൾ കാരണം നിർണായക സാഹചര്യങ്ങളിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് കത്തിൽ പറയുന്നു. ഗവർണറുടെ അധികാരവും കടമയും എന്തൊക്കെയെന്ന് സംസ്ഥാനത്തെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ വർഷം 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം വാല്യത്തിലും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം നാളെ ആരംഭിക്കുമെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാന സർക്കാരിന്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഈ വർഷത്തെ ആദ്യപാദത്തിൽ 5676 കിലോമീറ്റർ അനുവദിച്ചത്. സംസ്ഥാനത്തെ PDS സബ്സിഡി നോൺ സബ്സിഡി മണ്ണെണ്ണ വിട്ടെടുത്ത് വിതരണം ചെയ്യുന്ന മൊത്ത വ്യാപാരികളുടെ കടത്തുകൂലിയും റേഷൻ വ്യാപാരികൾക്കുള്ള റീറ്റെയിൽ കമ്മീഷനും വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി. AAA കാർഡുകാർക്ക് 1 ലിറ്ററും മറ്റെല്ലാ കാർഡുകാർക്കും 1 ലിറ്റർ, വൈദ്യുതി ഇല്ലാത്തവർക്ക് 6 ലിറ്റർ. നാളെ ലിഫ്റ്റ് ചെയ്യും. നാളെ വിതരണം ചെയ്യാൻ കഴിയുന്നവർക്ക് നാളെ വിതരണം ചെയ്യും. ഇല്ലാത്തവർ തിങ്കളാഴ്ച വിതരണമാകും. ഇന്നലെ 75.27% പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ. 2021 പോളിംഗ് നിരക്കിൽ നിന്നും നേരിയ വ്യത്യാസം മാത്രമാണ് ഇക്കുറി ഉണ്ടായിട്ടുള്ളത്. വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കും. കണ്ണൂർ ജില്ലയിലെ തെരുവുനായ ശല്യം അടിയന്തരമായി പരിഹരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷനിൽ 2-ഉം കന്റോൺമെന്റ് പരിധിയിൽ 1-ഉം ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. 2 ദിവസത്തിനുള്ളിൽ 3 ഷെൽട്ടർ ഹോമുകളും സ്ഥാപിച്ച് നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി ഇവിടേക്ക് മാറ്റും. ജില്ലയിലെ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി KSEBയുടെ വെബ് സെൽഫ് സർവീസ് പോർട്ടൽ, കൺസ്യൂമർ മൊബൈൽ ആപ്പ്, ടോൾ ഫ്രീ നമ്പറായ 1912, ഓട്ടോമാറ്റിക് പരാതി രജിസ്ട്രേഷൻ നമ്പറായ 9496001912 എന്നിവയിലൂടെയുള്ള സേവനങ്ങൾ നാളെ രാത്രി 11 മണി മുതൽ ഞായറാഴ്ച പുലർച്ചെ 2 മണിവരെ ലഭ്യമാവുകയില്ല. സെക്ഷൻ ഓഫീസുകൾ വഴി മാത്രമേ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് KSEB അറിയിച്ചു. പോലീസ് വകുപ്പിന് വേണ്ടി വാങ്ങിയ 241 പുതിയ വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം SAP ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പോലീസ് സ്റ്റേഷനുകൾക്കും കൺട്രോൾ റൂമുകൾക്കും സ്പെഷ്യൽ യൂണിറ്റുകൾക്കുമുള്ള വാഹനങ്ങൾ കൈമാറി. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ തലയ്ക്ക് ക്ഷതമേറ്റാണ് കുഞ്ഞ് ത്തിനുള്ളിൽ മരിച്ച സംഭവം വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്. SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ലീഡ്സിൽ നടക്കുന്ന 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 116 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1046 പോയിന്റ് ഉയർന്ന് 82,408-ലും നിഫ്റ്റി 319 പോയിന്റ് നേട്ടത്തിൽ 25,112-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 9,210 രൂപയും പവന് 440 രൂപ കുറഞ്ഞ് 73,680 രൂപയുമാണ് ഇന്നത്തെ വില. കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PJ ഫ്രാൻസിസിന്റെ സംസ്കാര ചടങ്ങുകൾ ആലപ്പുഴ മൌണ്ട് കാർമൽ കത്തീഡ്രലിൽ നടന്നു. DCC ഓഫീസിൽ പൊതുദർശനത്തിന് വച്ച ഭൌതിക ദേഹത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശിൽ യോഗാഭ്യാസ പരിപാടികൾക്ക് നേതൃത്വം നൽകും. സംസ്ഥാനത്തും നാളെ വിപുലമായ പരിപാടികൾ. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനായി നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ കേന്ദ്ര വനമന്ത്രിക്ക് വീണ്ടും കത്തയച്ചു. ഗവർണറുടെ അധികാരവും കടമയും എന്തൊക്കെയെന്ന് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം നാളെ ആരംഭിക്കും. ലീഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.